നമസ്കാരം. ഇത് കേരളം ഇനി 100% ജിഹാദി കേരളമാണ്. കേരളത്തിലിപ്പോൾ ജിഹാദികൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും പൂണ്ട് വിളയാടുകയാണ്. ഭരണം ഇപ്പോൾ അവരുടെ കയ്യിലാണല്ലോ, കോൺഗ്രസിൻ്റെ കയ്യിലാണെന്ന് വെപ്പ്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ സർക്കാർ വകയായിട്ട് ഓണാഘോഷമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പൂക്കളും ഉണ്ടാവില്ല, പൂക്കളം അതൊന്നും ഉണ്ടാവില്ല, പൂവിളി ഉണ്ടാവില്ല. നിലവിളിക്കേണ്ട കാര്യം പിന്നെ പറയേ വേണ്ട. ഒരു ഫംഗ്ഷനും ഇനി നിലവിളക്ക് വയ്ക്കില്ല. കാരണം നിലവിളക്ക് വെച്ച് കഴിഞ്ഞാൽ, നിലവിളക്ക് കണ്ടാൽ ചെകുത്താന്മാർക്ക് പേടിയാണ്, കാഫറുകൾക്ക് പേടിയാണ്, ജിഹാദികൾക്ക് പേടിയാണ്. അവർക്ക് പേടിയുണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇനി സർക്കാർ ഫംഗ്ഷനിൽ നിലവിളക്ക് നോക്കിക്കൊള്ളുക, അപ്രത്യക്ഷമായിരിക്കും. വെക്കില്ല, വെക്കാൻ സമ്മതിക്കില്ല. മലപ്പുറം തമ്പുരാൻ്റെ ഫത്വ വരും. ഇനിയിപ്പോൾ ഓണം വരാൻ പോവുകയാണ്. ഓണം അടുത്ത് വന്നു കഴിഞ്ഞു. ഇങ്ങനെ എത്തിച്ചു നോക്കിയാൽ കാണാം ഓണം വരുന്നത്. അവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഓണം വന്ന സമയത്ത് ഒരുത്തണ്ട്, അവൻ്റെ പേര് ഹംസറുൽ ഫക്ക് എന്നാണ്. അവനങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ, ഹംസറുൽ ഫക്ക്. ഭാരതത്തെ തലകുത്തി നിർത്താൻ വേണ്ടിയിട്ട് അവൻ പോയി താമസിക്കുന്ന അബുദാബിയിലാണ്. ഇവിടെ ഒരു ചോദ്യം ചില ആൾക്കാർ പറയുന്നുണ്ട്, എടോ ചാമിയാരെ, തനിക്ക് തൻ്റെ ആചാരമല്ലേടോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആചാരമല്ലേടോ, അതിലിടപെടാൻ താൻ ആരടോ എന്ന്. നിനക്ക് നിൻ്റെ ആചാരം, അത് നിൻ്റെ വീടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പൂഴ്ത്തി വയ്ക്കുക, അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ട് നടപ്പാക്ക്. ഒരു ജനപ്രതിനിധി നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അരുതെന്ന് പറയുന്നത് എൻ്റെ ചെവിടെ അടിച്ചു പൊളിക്കണ്ടടാ നായേ. അത് നിൻ്റെ അവകാശമാണോടാ, അത് നിൻ്റെ അവകാശമാണോടാ. ആ ജനപ്രതിനിധി ആ പെണ്ണിനെ ശരിക്കും പൂച്ചക്കുട്ടിയെ തൂത്തരുടെ പോലെ വലിച്ചെറിയല്ലേ വേണ്ടേ? അന്തസ്സുള്ളൊരു ഭരണകർത്താവാണ് അതാ ചെയ്യുക. രാജിവെച്ച ബോഡി എന്ന് പറയണം. നാട്ടിലെല്ലാവരുടെയും 70% ഹിന്ദുക്കൾ അവിടെ, അവരേക്കും വോട്ട് വാങ്ങിച്ചുകൊണ്ട് അവരെ അണ്ണാക്കിലിട്ട് കൊടുത്തില്ലേ അവൾ. അതിനെയാണ് തെണ്ടിത്തരം എന്ന് പറയുന്നത്, അതിനെയാണ് തെമ്മാടിത്തരം എന്ന് പറയുന്നത്, ആണ് മ്ലേച്ഛത്തരം എന്ന് പറയുന്നത്. നീ നിലവിളക്ക് കൊളത്താതിരിക്കേ, അല്ലെ അവിടെ കൊണ്ടുകൊളത്തേ ഇവിടെ കൊണ്ടുകൊളത്തേ, എന്ത് വേണ്ടി ചെയ്തോ അത് അവരവരുടെ വീട്ടിൽ. ഉത്തരാഖണ്ഡിലൊക്കെ അടിയാണ്. പള്ളിയുടെ പുറത്തൊരു വാല് നീണ്ടു കിടന്നാൽ മതി, അവരതിനപ്പം വെട്ടും. ഓക്കെ, പള്ളിക്കകത്ത്. ചൈനയിലേക്ക് അണ്ടർഗ്രൗണ്ടിലാണ്. അത്രേ പറഞ്ഞുള്ളൂ. നീ എന്ത് കൊണാപ്പ് വഴി ഒപ്പിച്ചോ, അത് നിൻ്റെ വീടിനകത്ത് വാതിലടച്ചിട്ടിട്ട് തുണിയും കോണവും അല്ലാതെ അവിടെ നീ അവിടെ തുള്ളി ചാടിക്കോ. നീ ഒരു പ്രശ്നമില്ല. റോഡിനകത്ത് പറ്റില്ല, അവിടെ മര്യാദകളുണ്ട്. അവിടെ നിൻ്റെ ഇസ്ലാമിക കൊണാപ്പ് ഒപ്പിക്കാനുള്ള സ്ഥലമല്ല പബ്ലിക് സ്ഥലം. ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ്, ഈ സർക്കാരിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ അവർക്കൊരു നിലവിളക്ക് കൊളുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആക്കി മാറ്റിയില്ലേ കാര്യങ്ങൾ? അതിനൊരു പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? നിലവിളക്ക് കൊളുത്തും, ഞങ്ങൾക്ക് നിലവിളക്ക് കൊളുത്താൻ ഇഷ്ടമല്ല, നിങ്ങൾ വേണമെങ്കിൽ കൊളുത്തിക്കോ. ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ നിലവിളക്ക് കൊളുത്തില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ നിലവിളക്ക് കൊടുത്തില്ല, അതിന് നിങ്ങൾ എന്തിനാണ് വിഷമിക്കണം? ഇതൊരു സർക്കാരാണ്, കേരള സർക്കാരാണ്. കേരളത്തിൻ്റെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അതിൻ്റെ സംസ്കാരമുണ്ട്. അതിലൊരു അൺഅവോയ്ഡബിൾ മെറ്റീരിയലാണ്, അതിൽ അൺഅവോയ്ഡബിൾ എലിമെൻ്റാണ് നിലവിളക്ക്. ക്രിസ്ത്യാനികൾ പിന്നെ അതിൻ്റെ മേലെ കുരിശ് നാട്ടി കാര്യം ഒപ്പിക്കുന്നുണ്ട്. ഇവിടെ മയൂരത്തിൻ്റെ അതൊക്കെ ചിലപ്പോൾ വെക്കാറുണ്ട്. ഹംസം മയൂരൊക്കെ വെക്കാറുണ്ട്. അവിടെ പ്ലസ്സാണ് വെച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ, എന്തേലും ആകട്ടെ. പക്ഷെ അതേ സമയത്ത് ഇന്ത്യയിൽ ജീവിക്കുകയും ഇന്ത്യയിൽ തോന്നിവാസ രൂപേണ ഇസ്ലാമിസം, അവിടെയാണ് പ്രശ്നം. ആണ് മുമ്പ് പറഞ്ഞു, നിന്റെ വീടിനകത്ത് എൻ്റെ അമ്മയും പെങ്ങളും നിങ്ങളെല്ലാവരും മക്കളൊക്കെ ഉള്ള സമയത്ത് കോണം തുണിയില്ലാണ്ട് നിന്ന് തുള്ളിക്കോ കെട്ടി മറിഞ്ഞോ ഒരാളും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ആ പരിപാടിയും കൊണ്ടുവന്ന് നിങ്ങൾ പൊതുജന സമൂഹത്തിനിടയിൽ കൊണ്ടുവരരുതെന്നാണ് പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഇളിഞ്ഞ ചോദ്യങ്ങളുണ്ട്. പണ്ടൊരാൾ
തൻ്റെ മരുമകനോട് പറഞ്ഞു, ഇനിമേലിൽ നീ ബ്രാൻഡി കുടിക്കാൻ പാടില്ല, റമ്മ് കഴിക്കാൻ പാടില്ല, ജിന്ന് കഴിക്കാൻ പാടില്ല, വൈൻ കഴിക്കാൻ പാടില്ല, വോഡ്ക കഴിക്കാൻ പാടില്ല. ശരി അമ്മാവോ, ഞാനിതൊന്നും കഴിക്കില്ല. ആ, പോയി നന്നാവുക വാ. അയാൾ തിരിഞ്ഞു നടന്നു, ഒരു 10 അടി വെച്ചിട്ട് തിരിച്ചു വയ്ക്കുക. പക്ഷെ ചാരം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ ഈ പ്രകൃതമാണ് ഈ നാറികൾക്കുള്ളത്, ഈ കാഫറുകൾക്കുള്ളത്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം ഇവർ ഈ തമ്പനയിലൊക്കെയും ഇപ്പോഴീ പറഞ്ഞ പഴയ തലമുറ പുതിയ കുട്ടികൾ മാത്രം പഠിച്ചറിവുള്ള കുട്ടികൾ, അവരെയാണ് ഇപ്പോൾ ഈ തടയാൻ നോക്കുന്നത്, അവരെയാണ് പേടിപ്പിക്കാൻ നോക്കുന്നത്. പഴയ സാധനങ്ങൾക്ക് മുഴുവൻ വായിക്കുന്ന സമയത്ത് വായിക്കാൻ അറിയില്ല. ആ തമ്പനയിൽ എങ്ങനെ വായിച്ചു തീർക്കും. ഉടനെ തന്നെ അവൻ്റെ അഭിപ്രായം വന്നു, ഞങ്ങളുടെ ആചാരം, നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരം, ഞങ്ങളുടെ ആചാരം, നിങ്ങൾ എന്നെ തടയ, നിൻ്റെ ആചാരം നീ നിൻ്റെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീടിനകത്ത് കയറി എന്ത് വേണമെങ്കിൽ ചെയ്തോ, വീടിനകത്ത് സംഭവം നടത്തിക്കോ. പക്ഷേ പുറത്ത് വന്നൊരു തുണിയൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ചെയ്ത് കളയും. കാലം മാറി. ഇതിപ്പോൾ ഓണം വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണം വന്ന സമയത്ത് ഹംസറുൽ ഫക്ക് എന്ന് പറയുന്നവൻ പറഞ്ഞു, ഓണം സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. അവൻ്റെ അമ്മയുടെ തേങ്ങ ഡിപ്ലോമാറ്റിക്. നീ നിൻ്റെ ഭാര്യയുടെ അടുത്ത് ഈ ഡിപ്ലോമസി ആയിട്ട് വേണം പോകാറുള്ളത്. നിൻ്റെ തള്ളയുടെ അടുത്ത് നീ എന്ത് തരം ഡിപ്ലോമസിയാണ് കാണിക്കുന്നത്? ഓണം എന്ന് പറഞ്ഞാൽ വാമന ജയന്തിയാണ്. അത് ഹിന്ദുക്കളുടെ മാത്രമാണ്. അത് ആചാരപ്രധാനമാണ്, അത് അനുഷ്ഠാനപ്രധാനമാണ്. അത് വാമന ജയന്തിയാണ്, ശ്രാവണ മാസത്തിലെ. അതിനെ പിച്ചു ചീന്താനും അതിനേതെല്ലാം രീതിയിൽ നശിപ്പിക്കാനും ഉള്ളൊരു ശ്രമം നടത്തിയവനാണ് ഈ ഹംസറുൽ ഫക്ക് എന്ന് പറയുന്നവൻ. ഇപ്പം അവന് മറ്റൊരു വിഷയം കൂടി കിട്ടിയിട്ടുണ്ട്, നിലവിളക്ക് വിഷയം. അത് കൊണ്ടുപോവാ, വീണ്ടും പറ, ഓണം വരാൻ പോവുക, ഇപ്പോഴേ തുടങ്ങിക്കോ. ഓണത്തിന് മുസ്ലിങ്ങളാരും പോകരുത്. അപ്പോൾ വേറൊരുത്തൻ തലകെട്ടുകാരൻ തന്തപ്പിടി ഒന്ന് പറഞ്ഞു, ആചാരമാണെങ്കിൽ കഴിക്കണ്ട, ആചാരമല്ലെങ്കിൽ കഴിക്കാം. ഓണം ആചാരമാണ്, ഓണം ആചാരമാണ്, ഓണം അനുഷ്ഠാനപരമാണ്, അത് ഹിന്ദുക്കളുടെ മാത്രമാണ്. തൃക്കാക്കരപ്പൻ വാമനനാണ്. ആ തൃക്കാക്കരൻ്റെ അപ്പൻ്റെ ഐഡലാണ് താൽക്കാലികമായിട്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കുക. ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടാനുണ്ട്. അതിൽ ദ്വാരത്തിൽ പൂക്കൾ കൊത്തിച്ചു വെച്ച് അവിടെ വയ്ക്കുന്ന ആഹാരം അതിന് വീത് കൊടുത്ത് ആദ്യം ദൈവത്തിന്, പിന്നെ ആചാര്യന്മാർക്ക്, പരമ്പരയ്ക്ക്, കാരണവന്മാർക്ക് വീത് കൊടുത്ത് ആ കൊടുത്ത വീത് അവർ ഭുജിച്ചു എന്ന് പറഞ്ഞ് ആ ഭോജ്യത്തിൻ്റെ അവശിഷ്ടം അതിൽ ബാക്കി വരുന്നത് പ്രധാനപ്പെട്ട ഉണ്ടാക്കിയ കറികളിൽ കൂട്ടിച്ചേർത്ത് അതാണ് പിന്നെ നമ്മൾ കഴിക്കുന്നത്. അവിടെ അരിമാവുണ്ടൊക്കെ അലങ്കാരങ്ങളൊക്കെയുണ്ട്. ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കും. അയ്യോ, നിലവിളക്ക് കത്തിച്ചു വയ്ക്കും, നിലവിളക്ക് കത്തിച്ചു വയ്ക്കും. ആയതുകൊണ്ട് തന്നെ ഇനി ഈ ഹംസറുൽ ഫക്കിൻ്റെ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഹിന്ദു വീടുകളിൽ പോയിട്ട് ഇനി ഓണത്തിന് എത്ര 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 വലിയ രീതിയിലുള്ള സഹകരണം ഉണ്ടെങ്കിലും ഇനി ഓണം ദിവസം ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ടൊന്നും ഞണ്ണാൻ പോകരുത് കേട്ടോ. അവിടെ നിങ്ങളുടെ മൂക്ക് തെറിച്ചു പോകും. അത്രയല്ലേ ഉള്ളൂ ഇസ്ലാം. ഓണത്തിൻ്റെ ഒരു ആഹാരം കഴിച്ചാൽ ആ സമയത്ത് അവൻ്റെ ഇസ്ലാം പോയി. ഏത് കൂടെയാണ് പോവുക? അതിൽ കൂടെയാണോ ഇതിൽ കൂടെയാണോ പോവുക? ഏത് വഴിക്കാണ് പുറത്തേക്ക് പോവുക? നാണം കെട്ടവരെ പറ. മറന്നു പോകുന്നതിന് മുമ്പൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെ ദുബായ് ഫ്രെയിമുണ്ട്. അവിടെ വലിയ സ്ഥലമാണ്, വലിയൊരു കെട്ടിടമാണത്. പുറത്ത് നോക്കുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അത് പോകുമ്പോൾ വലിയ വലിയ ഒരു കെട്ടിടമാണത്. ആ ദുബായ് ഫ്രെയിമിനകത്ത് കേരളത്തിലെ വീടുകളിൽ പണ്ട് ദിനം ദിന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നിരവധി കാണുകയുണ്ടായി. അവിടെ അമ്മിയുണ്ട്, ആട്ടുകല്ലുണ്ട്, പിന്നെ മറ്റേ വെള്ളം കോരാനുള്ളൊരു പ്രത്യേക തുടിയുണ്ട്, ഒരു ചെണ്ടയുടെ ആകൃതിയിൽ. അതിൻ്റെ ഉള്ളിൽ എന്തോ 2-3 ഉണ്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കോരുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അത് 2-3 ചുറ്റിയിട്ട് അതിനെന്തോ ടെക്നോളജി ഉണ്ട്, അതൊക്കെ അവിടെയുണ്ട്. അരിക്രാന്തലുണ്ട് അവിടെ, ഹരിക്കാൻ വിളക്ക്. ആ കൂട്ടത്തിൽ ഞങ്ങട്ടാണ് തൂക്കുവിളക്കും
അതുപോലെ നിലവിളക്കും അവർക്കത് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോഴുള്ള ആൾക്കാർ പൈസ വന്ന് കയറിയപ്പോൾ അഹങ്കാരം തീമര് അവനിപ്പോൾ ചവിട്ടണം, ഹിന്ദുവിനെ ചവിട്ടണം, ഹിന്ദു ആചാരങ്ങളെ ചവിട്ടണം, ഹിന്ദു അനുഷ്ഠാനങ്ങളെ ചവിട്ടണം. നിൻ്റെ കാലുണ്ടല്ലോ, ചവിട്ടുന്ന കാലുണ്ടല്ലോ, ഞാൻ കൂടുതൽ പറയുന്നില്ല. സുൽത്താൻ ഓഫ് ഒമാനിലെ മരിച്ചുപോയ ഹിസ് മജസ്റ്റി സുൽത്താൻ കാബൂസ് അവറുകൾ, അദ്ദേഹത്തെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് അവിടെ കിംജി രാമദാസ് എന്നയാളാണ് ആദ്യമായിട്ട് അവരെ അരി തിന്നാൻ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അവിടുത്തെ രമേശ് കിംജി രാമദാസിൻ്റെ മക്കൾ രമേശ് കിംജിക്ക് അവിടെ പൗരനാണ് അവിടുത്തെ. അദ്ദേഹമാണ് ഇവിടുന്ന് ഉപ്പും മുളകും സാധന സാമഗ്രികളൊക്കെ അവിടെ എത്തിച്ചിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്തായിരുന്നു അവിടെ? അവിടെ ഞാനുള്ള ഗ്രന്ഥങ്ങൾ പഴയ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളതാണ്. അന്ന് പണ്ട് അവിടെ ഒമാനിലെ ദുബായിലും എല്ലായിടത്തും ഒമാനിലുള്ളവർക്ക് മുളകിൻ്റെ ഉപയോഗം പോലും അറിയില്ലായിരുന്നു എന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ കടലിലെ ഉപ്പും ചേർത്ത് പുഴുങ്ങി തിന്നുന്നൊപ്പം പകുതി പഴുത്ത ഈന്തപ്പഴവും കാരക്കാപ്പഴവും, പിന്നെ അവിടെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു മൃഗങ്ങളുടെ മാംസവും. ഇതായിരുന്നു അന്നത്തെ ഒമാനികളുടെ ഭക്ഷണം. ഇന്ത്യയുടെ നാണയമാണ് 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ അവർക്ക് ഇന്ത്യയുടെ പുജ്ഞം, ഹിന്ദുക്കളുടെ പുജ്ഞം, ആചാരങ്ങളുടെ പുജ്ഞം ഇതാ ഇത്രയും പോകുന്നൊരു ഗ്രന്ഥം കൊണ്ട് നടക്കുന്നുണ്ട്. എന്തായാലും പറയാം, ഇവിടെ കാണാനില്ല ഒരു ഉദാഹരണം. അതും കൊണ്ട് നടക്കുന്നുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാം. അതേ സമയത്ത് ഒരു ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റാത്ത ഗ്രന്ഥങ്ങളാണ് ഇവിടെയുള്ളത്. അതിനൊക്കെയാണ് ഇവൻ പുച്ഛിക്കുന്നത്. ഇവനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അതിനെ അവൻ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്, നിലവിളക്കിനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ആ സത്യങ്ങളെ മുഴുവൻ മറച്ചു വച്ച് ഭാരതം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അധമമായിട്ടുള്ള അവരമായിട്ടുള്ള നിലയിലാണെന്നും അറേബ്യൻ രാഷ്ട്രങ്ങൾ ഈ ലോകമുണ്ടായ കാലഘട്ടം മുതൽക്കേ അന്ന് മുതലേ മുമ്പ് പറഞ്ഞ് സാംസ്കാരിക രംഗങ്ങളിലും സാമൂഹിക രംഗങ്ങളിലും സാമ്പത്തിക രംഗങ്ങളിലും ഔന്നത്യം കാസൂക്ഷിച്ചിരുന്നവരായും പറഞ്ഞ് സ്വയം ബോധ്യപ്പെടുന്നു, സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്കാരം, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം, ഈ ഒരു കൽപ്പന ഇതാണ് ഈ വക മുസ്ലിങ്ങൾ, ഇങ്ങനെയുള്ള മതമൗലികവാദികൾ, ആ വക മുസ്ലിങ്ങൾ അവരുടെ സമൂഹം അനുസരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു. ഇന്ത്യയിലുണ്ടായിരുന്ന അനവധി മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് ചേക്കേറി. തിരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇങ്ങോട്ടും വന്നു. കാലമേറെ കഴിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി കഴിഞ്ഞു. അവിടെ മുക്കിലും മൂലയ്ക്കും മരുന്നിനെന്ന് പറയുന്ന കുറച്ച് ഹിന്ദുക്കളുണ്ട്, തിരിച്ചു വരാൻ പറ്റാത്തവർ. ഇന്ത്യയാകട്ടെ ഇവിടെ ബാക്കിയുള്ളവർക്കാരെ വളർത്തിയപ്പോൾ എത്ര ശതമാനം ആലോചിച്ച് നോക്കുക. അവരെല്ലാവരും കൊണ്ട് ഇപ്പോഴും ഒരു മതേതര രാജ്യമായി തുടരുന്നു, അപ്പുറത്ത് മതാധിഷ്ഠിത രാജ്യവും. ഇനി ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. മലപ്പുറത്തെ 2ആയിട്ട് കട്ട് ചെയ്യണം. കട്ടിങ് വിദഗ്ധരാണല്ലോ. മലപ്പുറത്തെ മുറിക്കണം, 2 മുക്കാലികളാക്കി മാറ്റണം. അതിൽ മുസ്ലിം സമുദായത്തിന് ആധിക്യമുള്ളൊരു ദേശം, അതല്ലാത്ത മറ്റൊരു ദേശം. അങ്ങനെ അത് സംഭവിക്കാൻ പോണത്. ക്രമേണ തങ്ങളുടെ സംസ്കാരം, തങ്ങളുടെ വസ്ത്രവിധാന രീതി, തങ്ങളുടെ ആഹാര രീതി, തങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ ഉള്ള സമൂഹം എന്തു ചെയ്യണമോ അതൊക്കെ ചെയ്യുന്ന അതെല്ലാം ഉള്ള ഒരു രാജ്യം മലപ്പുറം എന്നൊരു രാജ്യം, അതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഇന്ത്യക്കകത്ത്, ഇന്ത്യ രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം. അതാണിപ്പോൾ അവിടെയുള്ള ഈ മതമൗലികവാദികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ മനസ്സിലിരിപ്പ്. എന്തായാലും മലപ്പുറം മഹാരാജ്യത്തിൻ്റെയും മലപ്പുറം മഹാരാജാവിൻ്റെയും കൽപ്പനകൾക്ക്, അവരുടെ ആശയ അഭിലാഷങ്ങൾക്ക് അനുരോധമായിട്ടാണ് ഇപ്പോഴത്തെ ജിഹാദി ഭരണകൂടം. സ്വാഭാവികമാണ്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്തിൻ്റെ തനത് സംസ്കാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് നമ്മുടെ വിഷയം.
ഞാൻ കൂട്ടത്തിൽ അനുബന്ധ വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്രകാരം അനേകായിരം വർഷത്തെ പഴക്കമുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഈ ആർഷഭാരത സംസ്കാരത്തെ ചവിട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ് ഈ ഹംസറുൽ ഫക്കുണ്ടല്ലോ, അവൻ ശ്രമിക്കുന്നുണ്ട്. അവനോടൊപ്പം മറ്റുള്ള തലയെക്കെട്ടുകാരൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറേബ്യൻ സംസ്കാരം ഇവിടെ കൊണ്ട് കുത്തിക്കയറ്റാനും ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള വ്യഗ്രതയും കാണിക്കുന്നുണ്ട്. എവിടെ നിന്നാണോ ഈ ബിരിയാണി ഉണ്ടായത്? ഞങ്ങളവിടെ ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് അവിടെയാണ് മറ്റേ വെല്ലൂർ സെൻട്രൽ ജയിൽ, അതുപോലെ തന്നെ തബ്ലീഗിൻ്റെക്കും അറബി കോളേജൊക്കെ അവിടെയുണ്ട്. അവിടെ പാലക്കാട് എന്നൊരു ഫാമിലി ഉണ്ട്. അവരുടെ ഒരു മരുമകളുടെ കല്യാണം, ഇവിടെയല്ല പാലക്കാട്. അപ്പോൾ ആരോ വന്നിട്ട് പറഞ്ഞു അത്രേ, നമുക്കിങ്ങനെ പല കൂട്ടം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വരെ നമുക്ക് ബിരിയാണി കൂടി ഉണ്ടാക്കിയാലോ പറഞ്ഞു. അപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഇനി നീ ഇവിടെ വേണ്ട പോയിക്കൊള്ളാൻ പറഞ്ഞു. അയാൾ അടിയും കാലും പിടിച്ചു, വേണ്ട പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒരു നായരുടെ വീട്ടിൽ വന്നിട്ടോ നിൻ്റെ ബിരിയാണിയും നിൻ്റെ പത്തിരിയും ആ വർത്താനം പറഞ്ഞില്ല, ഇനി ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. പലരും ഇടപെട്ടു, പറ്റില്ലെന്ന് പറഞ്ഞു, വേറെ ആളെ വെച്ചു. ബിരിയാണി സംസ്കാരം, നെയ്ച്ചോറ് സംസ്കാരം, പത്തിരി സംസ്കാരം, ജ്യൂസിന് വരുമ്പോൾ ജ്യൂസില്ല, ഷെയ്ക്കാണ്, ഷെയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നും. കുഴി നിൽക്കുമ്പോൾ കക്കൂസ കുഴി ആദ്യം നമുക്ക് തോന്നുക. മന്തി എന്നൊക്കെയും കേൾക്കുന്ന സമയത്ത് നമുക്ക് അറപ്പ തോന്നുക. മറ്റേ ഫ്രൂട്ട് സലാഡ് അത് കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പ്രഥമൻ കേൾക്കാൻ രസമുണ്ട്. സാമ്പാർ കേൾക്കാൻ രസമുണ്ട്. ഇത് മന്തി, അയ്യേ കുഴിമന്തി, മാന്തി, കുഴിമാന്തി. ഈ സംസ്കാരവും ഇതിൻ്റെ എല്ലാം പുറകിൽ ഹിഡനായിട്ടുള്ള ഇത്തരം സംസ്കാരങ്ങൾ കൊണ്ടുപോയി ഇതിൻ്റെ പുറകിലെല്ലാം വളരെ ഹിഡനായിട്ടുള്ള ചെറുതല്ലാത്ത ഒരു അജണ്ട വെച്ച് പുലരുന്നുണ്ട്. മലപ്പുറം മഹാരാജ്യത്തിലെ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നമസ്കാരമില്ല, വണക്കമില്ല, നമസ്തേയില്ല. ആ ഭാഷകൾ പുലർന്ന് കേൾക്കാറില്ല. മറിച്ച് യാ അല്ലാഹ്, സലാം, അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ഇത്തരം ഭാഷകളൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്. തുർക്കിത്തൊപ്പിയും അല്ലാത്ത തൊപ്പിയും കന്തൂറ എന്ന് പറഞ്ഞ വസ്ത്രവും ഈ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? മലപ്പുറത്ത് പോയാൽ കാണാൻ നിരക്കപ്പരക്ക ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഡ്യൂപ്ലിക്കേറ്റ് അറബികൾ. ദുബായിൽ നാളെ ഒരുത്തരെ പിടിച്ചു, എയർപോർട്ടിൽ തന്നെ വെച്ച് പിടിച്ചു. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട്, അത് പാകിസ്ഥാൻകാരൻ, ഈ വസ്ത്രം ഇവിടെ വരരുത്, അത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത് ഒമാനി വസ്ത്രമാണ്, അതവിടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അദ്ദേഹം ഹിസ് മെജസ്റ്റി സുൽത്താൻ കാബൂസ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അദ്ദേഹം ആ വസ്ത്രം ധരിച്ചേ ലോകരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള അറേബ്യൻ കൺട്രീസിലുള്ള സകലമാന പേർക്കും അദ്ദേഹത്തൊരു സ്പെഷ്യൽ ബഹുമാനമായിരുന്നു. രാജ്യത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചിട്ട് 16-ാം ദിവസം കോഴിക്കോടോ മറ്റോ ആണ് 16 അടിയന്തരം നടത്തിയവരുണ്ട്, കൊയിലാണ്ടിയിലോ മറ്റോ ആണ്. അത്രയും സ്നേഹമായിരുന്നു. അത് വേറെ കേസ്. അപ്പം അത് അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തോടുള്ള താല്പര്യം, അഭിനിവേശം കൊണ്ട് ഇവിടെ വന്ന് ആ വേഷം കെട്ടുകയാണ്. ഒരു സ്റ്റെതസ്കോപ്പ് എടുത്ത് കഴുത്തിലിട്ട് അവൻ ഡോക്ടറാവുമോ? കന്തൂറ വെച്ച് നടന്നു കഴിഞ്ഞാൽ അവൻ സൗദിയാവുമോ? ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത്തവണ ഓണം ഇതാ വീണ്ടും വരവായിട്ടുണ്ട്. ഈ ഹംസറുൽ ഫക്ക് എന്ന് പറയുന്നവനും അവനെപ്പോലുള്ള മറ്റു തലയെക്കെട്ടുകാരും അവിടെ മലവിസർജനം ആരംഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ അത്തരം പ്രസ്താവനകൾ, അത്തരം പ്രവർത്തികൾ, അതിനനുരോധമായിട്ട് ചരിക്കുന്ന ഒരു ജിഹാദി സർക്കാരിനെ കൂടി അവർക്ക് കിട്ടിയിട്ടുള്ളൂ, പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ അവിടെ. ഇത്തവണ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്താനിരിക്കുന്ന സർക്കാർ പരിപാടികൾ ഇപ്പോൾ പറയാൻ തുടങ്ങി. സാമ്പത്തികമായിട്ടുള്ള വല്ലായ്മകൾ പറഞ്ഞ് അതൊക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അധികം ഇനി വളരെയധികം ശോഷിച്ചിട്ടുള്ളൊരു ഓണാഘോഷം നടന്നു. പക്ഷെ അവിടെ പൂക്കളം ഉണ്ടാവില്ലാട്ടോ, ഓണപ്പാട്ടുകൾ ഉണ്ടാവില്ലാട്ടോ, ആചാരപരമായിട്ടുള്ള യാതൊരു കാര്യം ഉണ്ടാവില്ലാട്ടോ. നിലവിളക്കിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നിലവിളക്ക്
ഈ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവാണ്. ഒരു സ്കൂളിലെ പ്രാർത്ഥന നിലവിളക്ക് പാടില്ല, എവിടെ ഉദ്ഘാടനം നടത്തുമ്പോൾ നിലവിളക്ക് പാടില്ല, ഗവൺമെൻറ് പരിപാടിയിൽ നിലവിളക്ക് പാടില്ല. ഏതൊരു നിലവിളക്ക് എടുത്ത് അവൻ്റെ നറന്തലയ്ക്ക് പൂശല്ലേ വേണ്ടത്? വാസ്തവത്തിൽ അവൻ ആരെയാ കളിയാക്കുന്ന, ആരുടെ മുഖത്താണ് കാർക്കിച്ച് തുപ്പുന്നത്? ഈ ജിഹാദികൾ. എന്തായാലും വരാൻ പോകുന്ന ഓണാഘോഷം അതിൻ്റെ ഗതി ഏത് രീതിയിലാണെന്ന് കണ്ടറിയണം. കാരണം പാണക്കാട് തമ്പുരാൻ്റെ 22 ആജ്ഞാനുവർത്തികൾ അവിടെ ഉണ്ടല്ലോ, അവർക്കെപ്പോഴും കഴുകി കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ. അവരനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇഫ്താർ പാർട്ടികൾ നടക്കുമ്പോൾ അത് ഞണ്ണാൻ എല്ലാ ഹിന്ദു ക്രൈസ്തവ നേതാക്കന്മാർ ഓടിയെത്തും. എന്നാൽ ഓണസദ്യക്ക് ഈ മുസ്ലിം സമൂഹം വിലക്കേൽപ്പിച്ചു വച്ചിരിക്കുക. ഹംസറുൽ ഫക്ക്. കാര്യങ്ങളുടെ കിടപ്പ് നോക്കുക. സാവകാശം ക്യാൻസറൊക്കെ ഉണ്ടല്ലോ, പടർന്ന് പിടിക്കുന്നത് പോലെ ഇവിടെ ഗുരുതരമായിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് RSSൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള സംപൂജ്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെ വരവും വൈസ് ചാൻസലർമാർ അദ്ദേഹത്തെ കാണാൻ പോയതിൻ്റെ പേരുള്ള കലാപവും തെളിയിക്കുന്നത്. പറഞ്ഞ് കല്ലിനെ കസ്തൂരിയാക്കുന്നവരാണവർ. മറ്റു ചില സന്ദർഭങ്ങളിൽ കസ്തൂരിയെ നായകാഷ്ടവുമാക്കി അവർ മാറ്റും. സമസ്തയുടെ തലയെക്കെട്ടുകാരെ കാണാൻ പോകുന്നത് മഹനീയമായിട്ടുള്ള പുണ്യമായിട്ടുള്ള മതേതര പെരുമയോടുകൂടിയുള്ള പ്രവൃത്തിയായിട്ട് അവർ ചിത്രീകരിക്കും. പാണക്കാട്ട് തമ്പുരാനെ കാണാൻ പോകുന്ന മഹനീയമായിട്ടുള്ള പുണ്യമായിട്ടുള്ള മതേതര പെരുമയോടുകൂടിയുള്ള പ്രവൃത്തിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സേവാ സംഘടനയായിട്ടുള്ള RSSൻ്റെ പരമോന്നത നേതാവ്, ഇന്ത്യ ഭരിക്കുന്ന സമൂഹത്തിൻ്റെ പ്രിൻസിപ്പൽ നേതാവ്, അങ്ങേയറ്റത്തുള്ള നേതാവ്, അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തെ പോയി കാണുന്നത് എന്താണ്? ഹീനമാണ്, മ്ലേച്ഛമാണ്. അത് പറഞ്ഞ് പരത്തുകയാണ് ചെയ്യുന്നത്. ആ പ്രവൃത്തിയെ ആ വിധം ചിത്രീകരിച്ച് കാണിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിം സൈബർ സെല്ലുകൾ. ഇതൊന്നും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, ചർച്ചയാക്കുന്നുണ്ട്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഹിന്ദു സമൂഹത്തിനെതിരെ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയോ ഏതെല്ലാമോ രീതിയിൽ ഹൈന്ദവ സമൂഹത്തിലും വലിയ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. താമസിയാതെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ചെയ്തു വരുന്ന അതേ കാര്യത്തിന് സമാന്തരമായിട്ടുള്ള നടപടികൾ, തിരിച്ചടികൾ ഉണ്ടാകും. താമസിയാതെ തന്നെ ഉണ്ടാകും. മോഹൻ ഭാഗവതിനെ പോലുള്ള ആരാധനും സംപൂജ്യനുമായിട്ടുള്ള ഒരാളുടെ മേലെ ചെളി വാരി എറിയുന്ന ഈ തീവ്ര മുസ്ലിം ജിഹാദി ഭരണകൂടം, അതിൻ്റെ വക്താക്കൾ ഇപ്പോഴേ ചെവി നുള്ളിക്കൊണ്ടിരിക്കട്ടെ. ഇത്തരണത്തിൽ ഹൈന്ദവ ഭവനങ്ങളിൽ ഇനി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വിവാഹം നടക്കുമ്പോഴോ കുട്ടികൾക്ക് ചോറൂണ് നടത്തുമ്പോഴോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിൽ ഉദ്ഘാടനം നടത്തുമ്പോഴോ ഹൗസ്വാമി നടത്തുമ്പോഴോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉയർച്ചകൾ, ഒരു കുട്ടി MBBS പാസ്സായി ആ സമയത്തൊക്കെ അവർക്ക് നിങ്ങൾ സമ്മാനം കൊണ്ടു കൊടുക്കാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽ പ്രഥമഗണന കൊടുക്കേണ്ടത് ഒരു നിലവിളക്കിനാകട്ടെ. ഓണസദ്യ ഒരുക്കുമ്പോൾ ആദ്യമായിട്ട് വീത് വയ്ക്കുന്നത് ഗ്രാമദേവതകൾക്കാണ്, ദേവന്മാർക്കാണ്. ശേഷം മരിച്ചുപോയ കാരണവന്മാർക്ക്. അവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഉച്ഛിഷ്ടമെന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉച്ഛിഷ്ടമാണ് അതിൽ ബാക്കി വരുന്നത്. അത് അറിയാവുന്ന രീതിയിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ പരിപൂർത്തി വന്നതിന് ശേഷം മാത്രമേ അത് പിന്നെ മറ്റുള്ളവർ കൊടുക്കാൻ പാടുള്ളൂ. ഓണം യഥാർത്ഥത്തിൽ വാമന ജയന്തിയാണ്. തൃക്കാക്കരപ്പൻ വാമനമൂർത്തിയാണ്. ആ മൂർത്തിയെ പ്രതീകമാക്കിക്കൊണ്ട് നമ്മൾ മണ്ണുകൊണ്ട് അവിടെ ഒരു താൽക്കാലിക പ്രതിഷ്ഠ ഉണ്ടാക്കി അതിൽ പൂക്കൾ കുത്തിവെക്കുന്നു.
അറിയാവുന്ന രൂപത്തിൽ നമ്മളവിടെ ആരാധിക്കുന്നു, അരിമാവുകൊണ്ട് തൂങ്ങുന്നു, നിലവിളക്ക് കത്തിച്ച് വയ്ക്കുന്നു, പൂക്കൾ കുത്തി വയ്ക്കുന്നു. ഉറപ്പായും ഒരു സംശയവും വേണ്ട, ഓണം ഹൈന്ദവരുടേത് മാത്രമാണ്. ഓണം ഹൈന്ദവരുടേത് മാത്രമാണ്. അതൊരു ദേശീയോത്സവമല്ല, അതൊരു കൊയ്ത്തുത്സവമല്ല. ദേശീയോത്സവം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15-ാം തീയതി റിപ്പബ്ലിക് ഡേക്ക്, മഹാത്മാഗാന്ധി ജയന്തി, അതൊക്കെയാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളോട് മുസ്ലിം എന്നതിൻ്റെ ബഹുവചനം ഞാൻ അതിന് കൂടുതൽ പറയാം. മുസ്ലിമീനുകൾ അല്ല, മുസ്ലിങ്ങൾ. ഇവിടെ എല്ലാവരും ഇങ്ങനെ പറയാം, എന്തൊരു കൊണാപ്പ് ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. മുസ്ലിമീങ്ങൾ കഷ്ടം തോന്നും. മുസ്ലിങ്ങൾ എന്നാണ് പറയുക, ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മുസ്ലിം എന്നുള്ളതിൻ്റെ ബഹുവചനം മുസ്ലിങ്ങൾ എന്നാണ്. അതുകൊണ്ട് മുസ്ലിമീനുകൾ എന്നൊന്നുമല്ല. നിങ്ങളുടെ തലയെക്കെട്ടുകാരുടെ വാക്കുകളെ വിശ്വസിക്കാനും അനുസരിക്കാനും ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഓണം ആഘോഷിക്കരുത്, പൂക്കളെ മിടരുത്, ഓണസദ്യ ഞണ്ണാൻ മറ്റുള്ള വീടുകളിൽ പോകരുത്, കൊണ്ടു തന്നാലും വാങ്ങിക്കരുത്. ഓർക്കുക, വാമനൻ അവതാര പുരുഷനാണ്, ഹിന്ദു ദൈവസങ്കല്പങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നവനാണ്. വിഷ്ണു തന്നെയാണ്. അവതാരങ്ങളെല്ലാം വിഷ്ണുവിൻ്റെയാണല്ലോ. ആ അവതാരം ഈ ഭൂതലത്തിൽ ഉടലെടുത്തതിൻ്റെ ഓർമ്മ ദിനമാണ് ശ്രാവണ മാസത്തിലെ ഈ ദിനം അഥവാ ഓണം. അത് 100% ആചാരപ്രധാനമാണ്, അത് 100% അനുഷ്ഠാനപ്രധാനവുമാണ്. അതിനെ കൊയ്ത്തുത്സവമാക്കിയും അഥവാ ദേശീയ ഉത്സവമാക്കി മാറ്റിയുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിനെ വാമന ജയന്തി എന്ന ഓണത്തെ വളച്ചൊടിച്ച് വികൃതമാക്കാനുള്ള മുസ്ലിം മതമൗലികവാദികളുടെ ഈ ശ്രമത്തെ ഹൈന്ദവ ജനത കണ്ടറിയേണ്ടതുണ്ട്. കേരളത്തിലിപ്പോൾ ജിഹാദി സർക്കാരാണ്, ജിഹാദികളതിനെ പൂണ്ട് വിളയാടുകയാണ്. ഇനി സർക്കാർ വകയായിട്ട് ഓണാഘോഷം ഉണ്ടാവില്ല, പൂക്കളമിടലുണ്ടാകില്ല. നിലവിളക്കിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമസ്കാരം.